നമസ്കാരം. വീട്ടിലുള്ളത് ഇന്നൊരു മുംബൈ യാത്ര പോവുകയാണ്. ഞങ്ങൾക്ക് പോകേണ്ട ട്രെയിനുള്ളത് നീലേശ്വരത്തുനിന്നോ കാഞ്ഞങ്ങാടൊന്നുമല്ല, കാസർഗോഡാണോ. അപ്പോൾ ഇതൊരു ഡിസംബർ മാസമാണ്. ഈ ഒരു ഡിസംബർ മാസത്തിൽ രാവിലെ നമുക്ക് എഴുന്നേറ്റ് പോക്ക് പറഞ്ഞത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ തണുപ്പ് തന്നെ. ഭയങ്കര തണുപ്പാണ്. ഈ തണുപ്പത്ത് വണ്ടി ഓടിച്ചിട്ട് 1 മണിക്കൂറുണ്ട് നമുക്ക് നീലേശ്വരത്തേക്ക് പോകാൻ വേണ്ടി. നീലേശ്വരത്ത് പോയ ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പ്രസ് ജനറൽ കയറിയിട്ട് നേരെ കാസർഗോഡ് പോകും. കാസർഗോഡ് നിന്നാണ് നമ്മുടെ വണ്ടി വരുന്നത്. അപ്പം ട്രെയിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാസർഗോഡ് എത്തിയ ശേഷം പറഞ്ഞായിരിക്കും. അതെ. പിന്നെ വൈകാതെ തന്നെ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങാം. സമയം ഇപ്പോൾ 9 മണിയായി. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ കാസർഗോഡേക്ക് പോകുന്ന ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ഇല്ലേ, അതിന് കയറിയിട്ട് കാസർഗോഡ് വിട്ട് പോവാം. ഇനി നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഇതേ നമുക്ക് കാസർഗോഡേക്ക് പോകാനുള്ള വണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ വണ്ടി കയറിയിട്ട് നേരെ കാസർഗോഡോട്ട് പോവാം. ഈ വണ്ടി പോയി കഴിഞ്ഞാണ്ടല്ല, ഇപ്പോഴേ പിന്നെ ഒരു വണ്ടി ഇല്ല. അടുത്ത വണ്ടി ഉള്ളത് മെയിലാണ്. മെയിലിന് ഇവിടെ സ്റ്റോപ്പും ഇല്ല. നല്ല തിരക്കുണ്ട്. അൺറിസർവ്ഡ് കോച്ച് ഇവിടെയാണ് വരിക. ഇതേ ഇപ്പോൾ ഇതാ കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടി വരാൻ 1 മണിക്കൂറുണ്ട്. ഇവിടെ ഇതാ കാസർഗോഡ് എന്നുള്ള ഒരു നെയിം ബോർഡ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് ഞങ്ങളൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഞങ്ങൾ പോകുന്ന വണ്ടി, അതായത് മുംബൈയിലേക്ക് പോകുന്ന വണ്ടി ഇതുവരെ പറഞ്ഞില്ലല്ലോ. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 5:15 പൂനെയിലേക്ക് പുറപ്പെടുന്ന സൂപ്പർ ഫാസ്റ്റിനാണ് ഞങ്ങൾ പോകുന്നത്. ഇതാഴ്ചയിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ, ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും. ഞങ്ങൾ ഇതുവരെ ഈ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോകുന്ന മുംബൈയിലെ പനവേലിലേക്കാണ്. അപ്പം പൂനെ പോകുന്ന വണ്ടിയാണ്. ഞങ്ങൾ ഇറങ്ങുന്നത് പനവേല്. അപ്പം വണ്ടി ഏകദേശം കണ്ണൂരൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഈ വണ്ടി ഉണ്ടല്ലോ, കണ്ണൂർ വിട്ടാൽ അടുത്ത സ്റ്റോപ്പ് വരുന്ന കാസർഗോഡ്. അതിനടുത്ത് പയ്യന്നൂരോ കാഞ്ഞങ്ങാടൊന്നും സ്റ്റോപ്പില്ല. അതാണ് ഇവിടെ വന്ന് കയറുന്നത്. അതെ, വണ്ടി ഇപ്പോൾ ഏകദേശം എന്താ പറയുക, ഒരു കണ്ണൂർ ആ ഒരു സ്ഥലത്ത് എത്തി. 1 മണിക്കൂർ ഉണ്ടല്ലോ സമയം. നമുക്ക് കുറച്ച് സമയം വെയിറ്റിംഗ് റൂമിൽ പോയിരിക്കാം, അങ്ങനെ സമയം ചെലവഴിക്കാം. അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അതെ. ഈ നമുക്കിനിപ്പം ഇതിലൂടെ നേരെ കയറാം. കാസർഗോഡ് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. ഇതാ ഗാന്ധിധാം നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകുന്ന ഹംസഫർ. ഇതിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് പോയി കാണാം. തിരുനെൽവേലിയിൽ നിന്ന് ഗാന്ധിധാം വരെയാണ് ട്രാവൽ ചെയ്തത്, സ്ലീപ്പർ ക്ലാസ്സിൽ. നല്ലൊരു വണ്ടി തന്നെയാണ്. സ്പീഡിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. കേരളത്തിൽ പൊതുവെ ഇനി സ്പീഡ് കുറവാണ്. മുംബൈയിൽ നിന്ന് അങ്ങോട്ടേക്ക് നല്ല സ്പീഡാണ്. ഞങ്ങൾ ഈ ഒരു ട്രെയിനിൽ, അതായത് നമ്മുടെ പൂനെ സൂപ്പർ ഫാസ്റ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 2 ആഴ്ച മുന്നെയാണ്. പൂൾഡ് കോട്ടയാണ് ഞങ്ങൾ കിട്ടിയത്. അതായത് കാസർഗോഡ് നിന്ന് പൻവേലിലേക്ക് വരിക പൂൾഡ് കോട്ടയാണല്ലോ. അതായത് വെയിറ്റ് ലിസ്റ്റ് 1-2, പൂൾഡ് കോട്ട വെയിറ്റ് ലിസ്റ്റ് 1-2. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് എടുത്ത പിറ്റേ ദിവസം തന്നെ അത് കൺഫേം ആയി. അതുപോലെ തന്നെ ചാർട്ട് പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് നമ്മളെ സീറ്റ് കിട്ടി. അതായത് ഞങ്ങൾക്ക് കിട്ടിയത് SS7-ലാണ്, ഒരു അപ്പറും ഒരു മിഡിലും. അതെ, പ്രശ്നമില്ല. എന്തായാലും ഒരു അപ്പർ ഉണ്ടല്ലോ. അതെ. കണ്ണൂരിന് ശേഷം ഈ വണ്ടി എവിടെയോ പിടിച്ചിട്ടുണ്ടാവണം. കാരണം ഇപ്പോൾ 11:35 അരമണിക്കൂറിന് മേലെ ഇപ്പോൾ ഡിലേ ആയിട്ടാണ് വണ്ടി ഇവിടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. ലോക്കോമോട്ടീവ് WG9 വാക് 9. നമുക്ക് മുംബൈ വരെ പോകാനുള്ള വണ്ടി. ഉത്കൃഷ്ടാണ് കോച്ച്. അതുപോലെ ഇതിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയാം. ഇതിന് 4 ജനറൽ ക്ലാസ് ഉണ്ട്, അൺറിസർവ്ഡ് കോച്ച്. അതുപോലെ തന്നെ 11 സ്ലീപ്പർ. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് തേർഡ് AC ആണ്. തേർഡ് AC 4 എണ്ണം, ഒരു സെക്കൻഡ് AC. അടിപൊളി. ഈ നീല കോച്ച് നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അന്ന് പൂനെ പൂർണ്ണയിൽ പോകുമ്പോൾ ഇതേ കോച്ച് ഉണ്ടായിരുന്നു. ഇത് പൂനെ പൂർണ്ണയായിട്ട് റേക്ക് ഷെയറിങ്ങുള്ള വണ്ടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോച്ച് S7. ആരുമില്ല കോച്ചിലൊന്നും. ഇത് കയറിക്കോ നവി. 35-37 കേട്ടാ. 2 മിനിറ്റാണ് കാസർഗോഡ് സ്റ്റോപ്പ് ഉണ്ടായത്. ഞങ്ങൾ ബാഗൊക്കെ അവിടെ എടുത്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ വണ്ടി ഹോൺ അടിച്ച്. ഇനി അടുത്ത സ്റ്റോപ്പ് മംഗളൂരു ജംഗ്ഷൻ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനോട് വിട. S7 നമ്മുടെ കോച്ചിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ.
നമ്മുടെ ബെർത്ത് വരുന്നത് 35 37, ഈ ഒരു മിഡിലും ഈ ഒരു അപ്പറും. കർണാടകയിലേക്ക് കയറി ഈ നേത്രാവതി പുഴ. റോഡ് അങ്ങ് അതിലൂടെയാണ് പോകുന്നതാ. KSRTC അതാ പോകുന്നത് ഇതിലൂടെ. നല്ല വെള്ളമുണ്ട്. ഇപ്പം നേത്രാവതി കഴിഞ്ഞു. ഈ കാണുന്ന ട്രാക്കില്ലേ, ഇത് നേരെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രാക്കാണ്. അതായത് മംഗളൂരു സെൻട്രൽ, മാവേലി, മലബാർ, നമ്മുടെ ചെന്നൈ, ബാംഗ്ലൂർ മെയിൽ, അതൊക്കെ പോകുന്നത് ഇങ്ങോട്ടാണ്. ഇതാ നേത്രാവതി ക്യാബിൻ. സമയം 12:21. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ നമ്മുടെ പൂനെ സൂപ്പർഫാസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റ് സ്റ്റോപ്പുണ്ട്. മംഗളൂരു ജംഗ്ഷൻ. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടെ ഇതാ നമ്മുടെ വണ്ടി വന്ന് നിർത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഏതാ ഊണൊക്കെ ഉണ്ട് കേട്ടാ, മീൻകറി ഊണൊക്കെ ഉണ്ട്. നമ്മുടെ ട്രെയിൻ അനൗൺസ്മെന്റ് നമ്മുടെ കോച്ചിലാണ്. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്, കുറേ ആൾക്കാർ കയറാനൊക്കെ ഉണ്ടായി. സിയ ഇത് സെൻട്രൽ റെയിൽവേന്റെ വണ്ടിയാട്ടാ, ഓപ്പറേറ്റ് ചെയ്യുന്ന സെൻട്രൽ റെയിൽവേ ആണ്, സദേൺ റെയിൽവേന്റെ വണ്ടിയല്ല ഇത്. ഇവിടെ ഇപ്പം വേറെ വണ്ടിയൊന്നുമില്ല. പിന്നെ അങ്ങനൊരു വണ്ടി വരുന്നുണ്ട്, വിജയപുര, അതായത് ബിജാപൂരിൽ നിന്ന് മംഗളൂരിലേക്ക് വരുന്ന എക്സ്പ്രസ്. അതിപ്പോൾ സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ പാൻട്രി കാറുണ്ട്, അതായത് ഫുഡൊക്കെ കിട്ടും. ഇഷ്ടം പോലെ ചിക്കൻ ബിരിയാണിയും നമ്മുടെ എപ്പോഴും ഫേവറേറ്റ് ആണത് ബിരിയാണി, അതൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മംഗളൂരു ജംഗ്ഷനിൽ തന്നെ മലയാളികളാണ് മൊത്തം മീൻകറി ഊണൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇതൊന്നും വാങ്ങുന്നില്ല, ഞങ്ങൾ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ അമ്മ നമുക്ക് വേണ്ടിയിട്ട് പുലർച്ചെ 4:30 ഉറങ്ങി എഴുന്നേറ്റ് ആക്കി തന്ന ഭക്ഷണം ഉണ്ട്. പിന്നെ നമ്മളെന്തിനല്ലേ വേറെ കഴിക്കുന്നുണ്ട്. വിജാപുരമുണ്ട്. നമ്മളെ അമ്മ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന ആ രാക്കി തന്ന ഭക്ഷണം ഞങ്ങൾക്ക് കഴിക്കാൻ, ഇപ്പം കഴിക്കാനുണ്ട്, രാത്രിക്കുണ്ട്. രാത്രിക്ക് രണ്ട് നേരത്തേക്കും ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം, അമ്മ രാവിലെ എണീറ്റ കാര്യം പറഞ്ഞത്, ഞങ്ങൾ ഇതേപോലെ തന്നെ നേരത്തെ വരുന്നതുകൊണ്ട് അതിരാവിലെ എണീറ്റു. ഞങ്ങൾ എഴുന്നേക്കുന്ന എത്രയോ നേരത്തെ അമ്മ എണീറ്റു. അതെ 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 അതെ. അതെ, ഇവിടെ നിന്ന് മീൻകറി ചോറിനൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. 5 മിനിറ്റ് ആയിരുന്നു ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായത്. ഇവിടുന്ന് ഇപ്പോൾ വണ്ടി എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് ഉടുപ്പിയാണ്. ഇനിയിപ്പോൾ മൊത്തം കൊങ്കണിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ മംഗളൂരു സെൻട്രലും മംഗളൂരു ജംഗ്ഷനും പാലക്കാട് ഡിവിഷൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണിത്, സദേൺ റെയിൽവേയിൽ. ഇനിയിപ്പം പിന്നെ അങ്ങോട്ടെല്ലാം കൊങ്കൺ റെയിൽവേ, അതായത് തൊക്കൂര് മുതൽ അങ്ങോട്ട് കൊങ്കൺ റെയിൽവേ. കുലശേഖര ടണലൊക്കെ വരുന്നത് സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷൻ്റെ കീഴിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തം കൊങ്കൺ റെയിൽവേ. ഇനിയിപ്പം ഇവിടെ വിട്ടല്ലോ, കൈയൊക്കെ കഴുകാം. നവി കൈയുണ്ടായിട്ട് ഞാൻ കഴുകാം. എന്നിട്ട് നമുക്ക് അമ്മ രാവിലെ ആക്കി തന്ന ചോറില്ലേ അത് കഴിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം ഇതേ റെഡി. ഇത് സാമ്പാറാണ്, അതുപോലെ തന്നെ ചോറ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കറിയും ഉണ്ടാവും. കാരണം നമ്മളീ പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെ അച്ഛൻ നമുക്ക് വേണ്ടി ചിക്കനൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറീൻ്റെ അകത്തുണ്ടാവും. പിന്നെ പണ്ടത്തെ പോലെ ഇലയൊന്നും ഇല്ലാട്ടോ ഇപ്പോൾ വീട്ടിൽ. അതുകൊണ്ട് ഈ ഒരു അച്ഛൻ പണിയെടുക്കുന്ന കടയിൽ നിന്ന് തന്നെ ഈ ഒരു പാഴ്സൽ കവറൊക്കെ വാങ്ങി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടി നവീനമുണ്ട്. അല്ല, ഇതല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇതാ നല്ലത്. കാരണം ഇലയൊന്നും പണ്ടത്തെ പോലെ എല്ലായിടത്തും ഇപ്പോൾ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ലല്ലോ. പക്ഷേ ഇലയിൽ കെട്ടിക്കൊണ്ടുവന്ന് വരുന്ന ആ ഒരു ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടെ നല്ലത്. പക്ഷെ നമ്മൾ പണ്ടെപ്പോഴും ഇല തന്നെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇപ്പം ഉണ്ടെങ്കിലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ സാമ്പാറും ഉണ്ട്.
അപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തോ. ഈ ചിക്കനുണ്ട്, നമ്മുടെ ചോറും ഉണ്ട്. ട്രെയിൻ ഇപ്പോൾ ജോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. സിഗ്നലാണ്. അതുപോലെ തന്നെ നമ്മുടെ പൂനെ വണ്ടീൻ്റെ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ അടുത്ത് എറണാകുളം പൻവേൽ വഴിയുള്ള വണ്ടി, പിന്നെ ഒന്ന് മീരജ് വഴിയില്ല, അത് നമ്മുടെ പൂർണ്ണ എക്സ്പ്രസ്സാണ്. നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത് 22-149, അതാണ് നമ്മുടെ ട്രെയിൻ നമ്പർ. ട്രെയിൻ ഇപ്പോൾ ഇന്നാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്രോസിംഗ് ആണ്. ഓക്കേന്ന് എറണാകുളത്തേക്ക് പോകുന്ന എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട്. അതിപ്പോൾ ഇവിടെ വരും, ഈ ഒരു ട്രാക്ക് വഴി വരും. ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു. ഇനി ഉടുപ്പിയിലേക്ക് 10 കിലോമീറ്റർ ഉണ്ട്. വണ്ടി നല്ല ഡിലേറ്റാണ് ഉള്ളത് ഇപ്പോൾ. ട്രെയിൻ ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി. നമ്മുടെ ഈ ഒരു റോയിലത്തെ ആൾക്കാരൊക്കെ പാസഞ്ചറൊക്കെ കയറുന്നത് ഉടുപ്പിയിൽ നിന്നാണ്, അതായത് പൂനെ വരെ. ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത് കേട്ടോ. അതുപോലെ ഇവിടെ ആകെ ഒരു ചാർജിങ് സോക്കറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. അവിടെ പോയാൽ അവിടെ മാത്രം ഈ ഒരു റോ മൊത്തം, ഈ ഒരു കോച്ച് മൊത്തം ഉടുപ്പി ടു പൂനെ എന്നാണ് കണ്ടത്. കൂടുതലും പൂനെ ടിക്കറ്റാണ് ഉടുപ്പിന്ന് ഡയറക്റ്റ്. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 2:08. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നല്ല തിരക്കുണ്ട്. ഉടുപ്പിയിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ പാസഞ്ചറൊക്കെ പൂനെ വരെ ഉണ്ടെന്ന്. നല്ല ആൾക്കാരായാൽ മതിയായിരുന്നു അല്ലേ? കുറെ ഗ്രൂപ്പാ കയറുന്നു ചാട്ട് നോക്കിയ സമയത്ത്. നല്ലവരായാൽ മതിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കാസർഗോഡ് നിന്ന് പനവേലി വരെയാണല്ലോ ട്രാവൽ ചെയ്തത്. ഞങ്ങൾക്ക് സ്ലീപ്പറിൽ ഒരാൾക്ക് വന്ന ഫെയർ 565 രൂപയാണ്. അതെ അതെ. മാത്രമല്ല ഇത് മൂകാംബികയൊക്കെ പോയി വരുന്നവരായിരിക്കാം. അതെ അതെ അല്ലേ? അതെ. ട്രെയിൻ ഇപ്പോൾ കുന്താപുര റെയിൽവേ സ്റ്റേഷനിലെത്തി. അടുത്ത സ്റ്റോപ്പിനുള്ളത് കർവാറാണ്. 158 കിലോമീറ്റർ പോകാനുണ്ട്. ഈ ഒരു കുന്താപുരയിലെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് മൂകാംബികയിലേക്കൊക്കെ പോകണമെങ്കിൽ ഈ ട്രെയിൻ പോകണമെങ്കിൽ കുന്താപുരം ഇറങ്ങാം, അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞാൽ ഉടുപ്പിയിൽ ഇറങ്ങാം. കുറേ ആൾക്കാർ ഉടുപ്പിയിൽ ഇറങ്ങും. അതായത് ഇനി അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കറവാരൊക്കെ 158 കിലോമീറ്റർ പോകാറുണ്ട്. അതിനിടയിലാണ് നമ്മുടെ ബൈന്ദൂർ റോഡ് മൂകാംബിക വരുന്നത്. അവിടെ ഈ ട്രെയിൻ സ്റ്റോപ്പില്ല. കാരണം കൊല്ലൂരിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ആ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. അവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ കുന്താപുരം ഇറങ്ങും. എനിക്ക് തോന്നുന്നു നേരത്തെ കഴിഞ്ഞാൽ ഉടുപ്പിയിൽ ഒരുപാട് മലയാളികൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടുന്ന് കൂടുതൽ ബസ്സുകൾ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറയുക, നമ്മുടെ ബൈന്ദൂർ റോഡ് മൂകാംബിക റോഡിൽ ഈ ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടത്. കുന്താപുര റെയിൽവേ സ്റ്റേഷനിൽ ഒരു 20 മിനിറ്റോളം വണ്ടി നിന്നു. കാരണം മുരുടേശ്വരിൽ നിന്ന് SMVT ബംഗളൂരിലോട്ട് പോകുന്ന വണ്ടി വരാൻ വേണ്ടിയിട്ട്. ഇനി ഒരു നോൺ സ്റ്റോപ്പർ ഉണ്ട്. അതിനിടയിൽ എന്തായാലും നിർത്തും. കാരണം ഈ കൊങ്കൺ റെയിൽവേ ആയതുകൊണ്ട് സിംഗിൾ ട്രാക്ക് അല്ലേ, ക്രോസിങ് എന്തായാലും കിട്ടും. കർവാർ എത്തുന്നതിന് മുന്നേ തന്നെ നല്ല നല്ല കാഴ്ചകളുണ്ട്. ഹൊന്നാവാറൊക്കെ വരാനുണ്ട്. അതുപോലെ തന്നെ ബൈന്ദൂര് സ്കിപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ഇനി ഇതിൻ്റെ പുറകിൽ തന്നെ ഒരു വണ്ടി വരുന്നുണ്ട് മുംബൈയിലോട്ട്, മംഗളൂരു CSMT സൂപ്പർഫാസ്റ്റ്. അതിൻ്റെ പുറകിൽ തന്നെ ഉണ്ട് കുന്താപുര ട്രെയിൻ. ഇപ്പം ബൈന്ദൂരെത്തും. ഒരു 2 കിലോമീറ്റർ. ബൈന്ദൂര് ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വലിയൊരു ടണലുണ്ട്. 1.5 കിലോമീറ്ററോളം ലെങ്ത്തുള്ള ഒരു ടണലാണ്.
ഇവര് ബത്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇതേ നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷേ സിഗ്നല് കിട്ടി നിർത്തിയിട്ടുണ്ട്. നവീൻ എവിടെയുണ്ട്? എല്ലായിടത്തും ഇപ്പം നിർത്തുന്നുണ്ടല്ലേ? ക്രോസിങ്ങിന് വേണ്ടിയിട്ടൊന്നുമില്ല, കാരണം വേറെ വണ്ടികളൊന്നും വരുന്നില്ല. പക്ഷേ സിഗ്നൽ കൊണ്ട് വണ്ടി ഇപ്പം നിർത്തിയിട്ടുണ്ട്. ഗുഡ്സ് ആയിരിക്കാൻ ചിലപ്പോൾ പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ അപ്ഡേഷൻ ഒന്നും നമുക്ക് ഏതും മനസ്സിലാക്കാൻ വേണ്ടി കഴിയില്ലല്ലോ. ഇല്ല. ബത്കൽ ഇവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇപ്പൊ കുറേ നേരമായി വണ്ടി അവിടെയാണ് ആ ഒരു ബ്ലൂ ICF കോച്ച് ഉള്ളത്. അങ്ങ് അവിടെ നല്ല രസമല്ലേ അത്. മുരുടേശ്വരം എത്തിയിരിക്കുകയാണ്. ശിവപ്രതിമയും ആ ക്ഷേത്രവും. ഇവിടെ മിക്കവാറും നമ്മുടെ വണ്ടി നിർത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിർത്താനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് ഇതിന് തൊട്ട് മുന്നിലുള്ള സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മുരുടേശ്വരത്ത് നമ്മുടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി ഈ ഒരു ട്രാക്ക് വഴി ആ വണ്ടി പോകും. ആ വണ്ടീൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എനിക്ക് നവീന് മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് ആ ട്രെയിനിൽ ഉണ്ടായത്. ഒക്കെ നമുക്ക് പറയാം. ആ ട്രെയിൻ ആദ്യം വരട്ടെ. ഈ ട്രെയിൻ ഇപ്പോൾ 4 മണിക്കൂറിൻ്റെ അടുത്ത് ഡിലേ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഡിലേ ആണ്. വണ്ടിയൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ്, പക്ഷെ ഡിലേ ആണ് പ്രശ്നം. രണ്ട് ജനറൽ ക്ലാസ് മാത്രമേ ഉള്ളൂ. അണ്ടർസ്റ്റോഡ് പുറകിൽ വരണം, മുന്നിൽ വരണം. SRന്റെ വണ്ടിയാണ്, തിരുവനന്തപുരം ഡിവിഷൻ്റെ വണ്ടിയാണ്. ഹൊന്നാവാർ ഈ കൊങ്കൺ റെയിൽവേയിലത്തെ ഏറ്റവും വലിയ റിവർ ബ്രിഡ്ജായത് ശരാവതി റിവറാണ് ഇത്. ഈ ശരാവതി റിവറിലാണ് ജോഗ് ഫാൾസ് ഒക്കെ ഉള്ളത്. അവിടെ തുരുത്തുകളൊക്കെ ഉള്ളത്. ഇത് 2 സെക്ഷനായിട്ടാണ് ഉള്ളത്. പക്ഷെ പാലമില്ല തന്നെ. ഇത് കഴിഞ്ഞോടും ഇവിടെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇത് കഴിഞ്ഞോടെ തന്നെ അടുത്തത് ഉണ്ടോ. ഇത് പിന്നെ കുറച്ച് പോകാനുണ്ട്. ഇത് ഹൊന്നാവാർ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നെയാണ്, മുംബൈ സൈഡിലോട്ട് പോകുമ്പോൾ. അതിനിപ്പോൾ നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല കാറ്റുണ്ട്. റിവർ കഴിഞ്ഞിട്ടില്ല, ഇനിയും വരും. ട്രെയിൻ കണ്ടോ വളഞ്ഞു പോകുന്നത്. ഇത് കഴിഞ്ഞോടെ ഒരു ടണലാണ്. സൂര്യനൊക്കെ അസ്തമിക്കാനായി ഈ ഒരു ടണൽ. ട്രെയിൻ ഇപ്പോൾ 2 മണിക്കൂർ ഡിലേ ആയിക്കൊണ്ട് കർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമീപം 6 മണിയായി. കർവാർ റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു വണ്ടിയുണ്ട്, കർവാർ KSR ബംഗളൂരു പഞ്ചഗംഗ എക്സ്പ്രസ്. കർവാറിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടിയായിരുന്നു.
ഇതിനൊരു തവണ വന്ന് ട്രാവൽ ചെയ്യാം കേട്ടോ, നല്ലൊരു വണ്ടിയാണ്. HA1 ഫസ്റ്റ് AC കം സെക്കൻഡ് AC. നമ്മുടെ ഈ ഒരു ലൈറ്റ് ഇടുമുണ്ടല്ലോ, ഇതാ ലൈറ്റ് കംപ്ലൈൻ്റ് ആയിട്ടില്ലേ, അതിനെന്താ ഇനിയിപ്പോൾ അത് ഇടാൻ പറ്റില്ല രാത്രിക്ക്. ഇല്ല, അവിടെ വേറെ ലൈറ്റ് ഇട്ടാ, അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമില്ല. ഇനിയിപ്പം മടുകാവ് റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ ട്രെയിൻ പോവുകയാണ്. ഇത് കർണാടകയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഗോവയിലെത്തിയിരിക്കുകയാണ്. ബാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനിലെത്തി. വൈകി വരുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസിൻ്റെ ക്രോസിംഗ് ആണ്. ഈ ഒരു ഇതിലൂടെ പോകുന്നതാണ്. മംഗള വരുന്നുണ്ട്. ജനറലൊക്കെ എന്താ തിരക്ക്. മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്താനായി. ഇത് യാർഡാണ്. ഈ കാണുന്ന വണ്ടിയില്ലേ, ഗോവ സമ്പർക്രാന്തി. ഈ ഗോവ സമ്പർക്രാന്തി തന്നെയാണ് എറണാകുളത്തേക്ക് വീക്ക്ലി എക്സ്പ്രസ് ആയിട്ട് വരുന്നത്. ബ്രേക്ക് ഷെയറിംഗ് ഉണ്ട്. ഇത് ക്ലീനിങ് ആണ് അവിടെ. പാരലറാണല്ലോ. ഇവിടെ മറ്റൊരു ട്രെയിനും കൂടെ ഇതാ. മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് KR, ഇത് കൊങ്കങ്കന്നി അല്ലേ? കൊങ്കങ്കന്നി ഡിലേ ആയോ? ഇത് കൊങ്കങ്കന്നി എക്സ്പ്രസ് ആണ്. ഇത് 7 മണിക്കാണ് മഡ്ഗാവിൽ പുറപ്പെടേണ്ടത്. 7 മണി ആയതേ ഉള്ളൂ. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകും. കൊങ്കം തന്നെയാണ്. നമ്മൾ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കും പോകും. ഇതിവിടെ നിന്ന് ഇത് പ്ലാറ്റ്ഫോമിലേക്ക് വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പം ഇവിടുന്ന് ഫസ്റ്റ് നമ്മളെ വണ്ടി എടുക്കുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കുള്ളൂ. അതുപോലെ തന്നെ ഇതെടുക്കും. കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് വരാൻ പറ്റിയ ഒരു അടിപൊളി ട്രെയിനാണ് കേട്ടോ നമ്മൾ വന്ന ഈ ഒരു എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്. കൊങ്കങ്കന്യ ഇവിടെ 7 മണിക്ക് മുന്നേ വരണമല്ലോ, കാരണം ഒരു 6 മണി 6:15 പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് ആൾക്കാരൊക്കെ കയറിയിരിക്കേണ്ട ടൈം ആയാലും ഇപ്പോൾ ഡിലേ ആയതുകൊണ്ട് ഇവിടുത്തെ തിരക്ക് നോക്കി ജനറൽ കയറണ്ടേ. എന്തൊരു തിരക്ക് നോക്കിയേ. ഈ കൊങ്കങ്കന്നിയിൽ ഇവന് ടിക്കറ്റ് കിട്ടുക ഒരു ടാസ്ക് ആണ്. എപ്പോൾ നോക്കിയാലും വെയിറ്റ് ലിസ്റ്റ് 100ന്റെ മേളിലാണ്. എപ്പോഴും വെയിറ്റ് ലിസ്റ്റ് ആണ്. നല്ല ഡിമാൻഡ് വണ്ടിയല്ലേ. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. നല്ല കളർഫുള്ളാണ്. കൊങ്കങ്കന്നി ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ 2-ലോട്ട് വന്നത്, അല്ലെങ്കിൽ 1-ലേക്ക് തന്നെ പോയേനെ. കൊച്ചുവേളി വണ്ടി വരാനുണ്ട്. ഇവിടെ വരാനുണ്ട്. ഞങ്ങൾ നേരത്തെ മുരുടേശ്വരിൽ നിന്ന് കണ്ട നമ്മുടെ നിസാമുദ്ദീൻ ട്രിവാൻഡ്രം എക്സ്പ്രസില്ലേ, അതിൽ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഇനി പറയാം. അതിനു മുന്നേ 2 ദിവസം മുന്നേ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിന് പുറത്തേക്കൊക്കെ യാത്ര ചെയ്ത് തിരിച്ച് കേരളത്തിലേക്ക് വരേണ്ട ടിക്കറ്റ് കൺഫേം ആവാതെ പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ട്. അതായത് ഞങ്ങൾ ഒരു മലബാർ എക്സ്പ്രസിൻ്റെ വീഡിയോ ചെയ്യണ്ടായി. അതിനുശേഷം ഞങ്ങൾ വഡോദരക്ക് ഒരു ആവശ്യത്തിന്, ഗുജറാത്തിലെ വഡോദരക്ക് ഒരു ആവശ്യത്തിന് പോകേണ്ടായി. അവിടുന്ന് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് ആ വണ്ടിയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങളുടെ കാസർഗോഡ് ആ വണ്ടിക്ക് സ്റ്റോപ്പില്ലാത്തതുകൊണ്ട് മംഗലാപുരം വരെയാണ് ടിക്കറ്റ്. വഡോദര ടു മംഗലാപുരം വരെ സ്ലീപ്പറിനാണ് ടിക്കറ്റ് എടുത്തത്. 1 മാസം മുന്നേ ബുക്ക് ചെയ്തു. RLWL 25-26 ഇതായിരുന്നു ഞങ്ങളുടെ ആ ഒരു ബുക്കിംഗ് സ്റ്റാറ്റസ് ഉണ്ടായത്. ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നതിന് മുന്നേ അത് എന്താ പറയുക RLWL 18-19 മാറി. അപ്പോൾ എന്താ പറയുക, ആ വണ്ടി തിങ്കളാഴ്ച രാവിലെ 5:10 അസം നിസാമുദ്ദീന് പുറപ്പെട്ടാലും ഞങ്ങളുടെ വണ്ടിയുടെ ചാർട്ട് പ്രിപ്പയർഡ് ആയില്ല.
അത് വഡോദരയെത്തുന്നത് അന്ന് വൈകിട്ട് 6:10. അപ്പം 2:10, ഒരു 4 മണിക്കൂർ മുന്നെയാണ് ചാർട്ട് പ്രിപ്പയർ ആവുന്നത്. ഞങ്ങൾ ഉച്ചയാകുമ്പോൾ തന്നെ വഡോദര എത്തി ചാർട്ട് പ്രിപ്പയർഡ് ആവുമെന്ന് നോക്കിക്കൊണ്ടിരുന്നു. കാരണം ഇന്ത്യത്തെ തീയതിയിൽ ഞങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മോശം അനുഭവം ഒരു അബദ്ധമൊന്നും പറ്റിയിട്ടില്ല. ചാർട്ട് പ്രിപ്പയർഡ് ആവുന്നത് കണ്ടതോടെ ഞാനും അവനും ഞെട്ടിപ്പോയി. 6W, അതായത് വെയിറ്റ് ലിസ്റ്റ് 1, 2 ഇങ്ങനെ നിൽക്കുന്നു. എന്തൊരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങൾ പെട്ട അവസ്ഥയായി പോയി. ഇനിയിപ്പോൾ എങ്ങനെ പോകും? അപ്പം തന്നെ അന്ന് തന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് ആ പറഞ്ഞ വഡോദരയിൽ നിന്ന് ഈ വണ്ടിയുണ്ട്, ഈ പറഞ്ഞ തിരുവനന്തപുരം വണ്ടിയുണ്ട്, ഇതിന് പുറമെ ഓക്ക എറണാകുളം വണ്ടിയുണ്ട്. ഈ രണ്ടിനും ജനറൽ പോകാൻ പറ്റില്ല, നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഹരിദ്വാറിൽ നിന്ന് ബാന്ദ്രയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ കയറി. അതായത് ഫുള്ള് ജനറൽ എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ അടക്കം ജനറലാണ്. ഇരിക്കാനൊരു സ്ഥലം പോലും ഉണ്ടായില്ല. ബാന്ദ്ര വരെ 380 കിലോമീറ്റർ ഞങ്ങളിങ്ങനെ ഞെങ്ങി ഇരുന്നിട്ട് അമർന്നിട്ടാണ് പോയത്. ഞങ്ങൾ ജീവിതത്തിൽ മറക്കൂല സംഭവം. ഇരിക്കാൻ പോലും സീറ്റ് കിട്ടില്ല. നൈറ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഈ ബാന്ദ്രയിലെത്തി. ഞങ്ങൾ നേരെ അവിടുന്ന് ഈ പറഞ്ഞ പോലെ നമ്മളെ ലോക്കൽ ട്രെയിനൊക്കെ കയറി വടാല റോഡൊക്കെ കയറി അവിടെ നേരെ പനവേലി പോയി. പനവേലി നമ്മുടെ കൊങ്കങ്കഞ്ഞിക്ക് പോകാനൊരു പ്ലാൻ. കൊങ്കങ്കഞ്ഞിയുടെ തിരക്ക് കണ്ടിട്ട് ഇപ്പൊ നേരത്തെ വണ്ടി കണ്ടില്ലേ, അതിന്റെ തിരക്ക് കണ്ടിട്ട് ഞങ്ങൾ ഞെട്ടിപ്പോയി. കാല് കുത്താൻ സ്ഥലമില്ല. അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായി പോയി. കാരണം കയറാൻ പറ്റൂല. കാരണം നമുക്ക് അവർ കയറി തന്നെ തലയിറങ്ങി വീണ്ട അവസ്ഥയാണ്. അതേപോലെ തന്നെയാണ് ഓക്കെ എക്സ്പ്രസും വന്നു. അതിന്റെ അവസ്ഥ ദയനീയമാണ്. അതിനുശേഷമാണ് ഈ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത വണ്ടി വന്നു. അതിന് കയറാതെ ഗതിയില്ല, വേറെ വണ്ടിയില്ലല്ലോ. അതിൽ കയറി ഞങ്ങൾ നമ്മുടെ ഡോറിന്റെ അടുത്ത് നിന്നിട്ടാണ് മംഗലാപുരം വരെ പോകുന്നത്. കുറച്ച് സമയം ഇരിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര തിരക്ക്. ജീവിതത്തിൽ ഞങ്ങൾ മറക്കൂല. ഞാൻ പറയാൻ കാരണം ഇതേപോലെ ബുക്ക് ചെയ്ത് കൺഫേം ആവാതെ വന്നാൽ പെട്ടുപോകുന്ന അവസ്ഥയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനത്തെ അവസ്ഥ ഒന്ന് കമന്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ പൂനെ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇതാ യോഗ് നഗരി, ഋഷികേഷ്, കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ്. പിന്നെ നമ്മുടെ അസ്ര നിസാമുദ്ദീൻ വണ്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ജനറൽ വന്നതുകൊണ്ട് വീഡിയോ ഒന്നും ചിത്രീകരിക്കാൻ പറ്റിയില്ല. എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കുറേ നേരം ഇവിടെ വന്നിട്ട് കേട്ടോ. ഈ ഒരു വണ്ടി മഡ്ഗാവിൽ 15 മിനിറ്റിൻ്റെ അടുത്ത് വണ്ടി നിന്ന് ഇതാ ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. യോഗ് നഗരി ഇപ്പോഴും ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. ഇതിൻ്റെ A2 കോച്ച് കണ്ടതാ, വെറൈറ്റി അല്ലേ, ജനറൽ ക്ലാസ്. നല്ല തിരക്കുണ്ട്. അൺറിസർവ്ഡ് കോച്ച്. മഡ്ഗാവ്. മഡ്ഗാവ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പം നമുക്ക് രാത്രി കഴിക്കേണ്ട ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാം. റോറോ ട്രെയിനിൽ ലോറി കൊണ്ടുപോകുന്നത്. ഇത് വെളിച്ചത്തിൽ കിട്ടണമായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ വ്യക്തത കിട്ടിയത്. ഇതിപ്പോൾ മുംബൈ സൈഡിൽ നിന്ന് വരുന്നത്. സൂറത്ത് കല്ല് വരെ ഉണ്ടാവും ഇത്, മംഗലാപുരം എത്തുന്നതിന് മുന്നേ. രാത്രിക്ക് കഴിക്കേണ്ട ഭക്ഷണം ഇതാ 2 കിലോ സെറ്റാക്കി ഇവിടെ നമ്മുടെ ഈ ഒരു ബർത്തിൽ ഇതൊക്കെ വിരിച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ, ചപ്പാത്തിയാണ്. ഈ ചപ്പാത്തി 2 പേർക്കുണ്ട് ചപ്പാത്തി. അതുപോലെ ചപ്പാത്തിയും എന്താണ് ചിക്കൻ ഫ്രൈ. ഇതന്നെ അമ്മയാക്കി തന്ന ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ അതുപോലെ തന്നെ 5 ചപ്പാത്തി വീതം ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തത്. 5 ചപ്പാത്തി വീതം ഉണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടല്ലോ നമ്മുടെ ലോങ് യാത്രയ്ക്ക് പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ ആക്കി ചപ്പാത്തിയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞങ്ങളുണ്ടല്ലോ ആദ്യമായിട്ട് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ട്രെയിനിൽ നിന്ന് എപ്പോഴും ഫുഡ് കഴിക്കാറുണ്ടല്ലോ. ഇന്ന് ഈ ട്രെയിനിൽ നമ്മൾ എന്താ പറയാ, ഒരു സമൂസ പോലും സമൂസ പോലും വാങ്ങിയിട്ടില്ല. തീർച്ചയായും എല്ലാം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നു കേട്ടാ. ശരിക്കും പറഞ്ഞാൽ അതന്നെ നല്ലത്. പിന്നെ ചപ്പാത്തി ചിക്കൻ ഫ്രൈ ഉണ്ട്. ഈ ലൈറ്റ് ഉറക്കാവില്ലല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വേറെ കാര്യം, ഇനി അപ്കമിങ് ഡേയ്സ് ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ പുറത്തുനിന്ന് തന്നെ കഴിക്കേണ്ടി വരും. തീർച്ചയായും. അപ്പൊ നമുക്ക് ചിക്കൻ ഫ്രൈ കിട്ടുന്ന രീതിയിലേക്ക് ഗോവയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് കയറിയിരിക്കുകയാണ്. സാവന്ത്വാടി റോഡ് റെയിൽവേ സ്റ്റേഷൻ. സമയം ഇപ്പോൾ 8:50. മഡ്ഗാവ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇവിടെയാണ് സ്റ്റോപ്പ് ഈ ട്രെയിൻ. കർമാലിയോ തിവിമോ എവിടെയും സ്റ്റോപ്പില്ല.
സാവന്തവാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് അനൗൺസ്മെന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ട്രെയിനിൻ്റെ ആണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ 8:50 കുറച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കടന്നോളും. കാരണം ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയെഴുന്നേറ്റ് ഏകദേശം 4 മണിക്കാണ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പനവേലെത്തുന്നത് 2:25-നാണ്. വണ്ടി ഓൾറെഡി 2 മണിക്കൂർ ഡിലേ ഉണ്ട്. പക്ഷേ ഈ വണ്ടിക്ക് ഒരുപാട് സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴാണ് എത്തുന്നതെന്ന് പറയാൻ പറ്റില്ല. ചുരുങ്ങി ഒരു 5 മണിക്കൂറേ ഉള്ളൂ. നമ്മുടെ അടുത്തിരിക്കുന്ന കോ പാസഞ്ചറെല്ലാം കുറച്ച് വയസ്സായ ഏജായ ആൾക്കാരാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല ഒച്ചപ്പാടുകളൊന്നും ഇല്ല. വണ്ടിയൊക്കെ ഓൾമോസ്റ്റ് നല്ല വണ്ടിയാണ് കേട്ടോ. അല്ല, നല്ല സ്പീഡൊക്കെ ഉണ്ട് വണ്ടി. അടുത്ത സ്റ്റോപ്പ് കൻകാവാലി, രത്നഗിരി, ചിപ്ലിൻ, അത് കഴിഞ്ഞിട്ട് പനവേൽ. 438 കിലോമീറ്റർ പോകാനുണ്ട്. അതെ, അപ്പോൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുവാണ്. നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 3:50. പനവേലിലേക്ക് 2 കിലോമീറ്ററും കൂടെ ഉള്ളൂ. നമ്മൾ നേരത്തെ തന്നെ ഉറങ്ങിയിരുന്നേറ്റ്. അല്ല, ഇത് നേരത്തെ എപ്പോഴാണ് എത്തുന്നത് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. നമ്മൾ 2:25 സമയം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞുകൊണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല. ആ ഒരു സമയം വരെ നല്ല സാവന്തവാടി റോഡ് തന്നെ കയറി കിടന്നു ഉറങ്ങി. പിന്നെ നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇനിയിപ്പോൾ ഇവിടെ നല്ല വരും. എന്നാലും തുറന്നേക്ക് ഈ ഒരു ഭാഗത്താണോ മൊത്തത്തിൽ നേരം വെളുത്ത് വരണല്ലേ. ഇരുട്ടാണ് ഇപ്പോൾ മൊത്തം. വണ്ടി ഔട്ടറിൽ നിർത്തി. കാസർഗോഡ് നിന്ന് 874 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇതാ പനവേൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 1.5 മണിക്കൂറിന് മുകളിൽ ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. സമീപം 4:15. പൻവേൽ. ഇനി ഈ ട്രെയിന് പൂനെയിലേക്ക് 120 കിലോമീറ്റർ ഉണ്ട്. ഇനിയിപ്പോൾ ലോക്കൽ റിവേഴ്സലൊക്കെ ചെയ്തിട്ടല്ലേ ഇപ്പോൾ ഉള്ളൂ. നമ്മളിനിപ്പോൾ പോകുന്നത് CST ഭാഗത്തേക്കാണ്. നമുക്കിനിപ്പോൾ ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ കയറി CST ഭാഗത്തോട്ട് പോവാം. ഇവിടെ തന്നെ സ്റ്റെപ്പ് ഉണ്ട്. മുംബൈയിലേക്കുള്ള ടിക്കറ്റും എടുത്തു. ഈ തിരക്ക് കാരണം ഉണ്ടല്ലോ, ക്യൂ നിന്നൊരു ടിക്കറ്റ് എടുക്കാനൊന്നും പോയില്ല. UTS വഴിയാണ് ഞാൻ പേപ്പർ സെലക്ട് ചെയ്തത്. നമുക്ക് ഇവിടുത്തെ വെൻഡിങ് മെഷീനിലേക്ക് ജസ്റ്റ് വന്നിട്ട് എടുത്താൽ പോരെ. പിന്നെ നമുക്ക് പേപ്പർലെസ് എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഓൾറെഡി ട്രാക്കിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് അത് പറ്റില്ല. പേപ്പർ മാത്രമേ പറ്റുള്ളൂ. ഇവിടുന്ന് വെൻഡിങ് മെഷീനിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. ഒരാൾക്ക് 20 രൂപയാണ് CSMTയിലേക്ക് വരുന്ന ടിക്കറ്റ് ഫെയർ. ഇനിയിപ്പോൾ ഇതിൽ ഫസ്റ്റ് ക്ലാസ്സും ലേഡീസും ഒഴികെ ബാക്കി എവിടെ വേണം കയറാം. ഇതിപ്പം 3 മിനിറ്റ് കൊണ്ട് പുറപ്പെടും. ഇനിയിപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പം നമ്മൾ കാസർഗോഡ് നിന്ന് തുടങ്ങി, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ മുംബൈയിലേക്കുള്ള ഒരു പൂനെ എക്സ്പ്രസിൻ്റെ യാത്ര ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി CSTയിൽ എത്തിയ ശേഷം നമ്മുടെ മറ്റൊരു യാത്ര പോകുന്നുണ്ട്. അത് വരും ദിവസത്തെ വീഡിയോ കാണാം. ഇനിയിപ്പോൾ CSTയിലേക്ക് ഒരു 48 കിലോമീറ്റർ പോകാനുണ്ട്. ഒരു 23 സ്റ്റേഷൻസ്, ലോക്കൽ സ്റ്റേഷൻസ് കഴിയാനുണ്ട്. അതെ, ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ CSTയിലേക്ക് പോകുമ്പോൾ എക്സ്പ്രസ് ട്രെയിനെക്കാട്ടി നല്ലത് ഇത് തന്നെയാണ്. കാരണം ചെറിയ പൈസ ഉള്ളൂ. പിന്നെ 1.5 മണിക്കൂർ എടുക്കും. അതെ, അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.